റെയ്ഡ് എന്ന സിനിമ സോങ്സൊക്കെ അത്യാവശ്യം ഹിറ്റായതിൻ്റെ പേരിൽ അറിയാവുന്നൊരു സിനിമയാണെങ്കിലും ഇതുവരെ കാണാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാണാനൊരു റീസൺ വന്നപ്പോൾ ചുമ്മാ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. റെയ്ഡ് ഒരിക്കലും ഒരു എക്സെപ്ഷണൽ ആയൊരു സിനിമയൊന്നുമല്ല. പക്ഷേ റിതേഷ് ഷായുടെ നല്ല സ്ക്രീൻ പ്ലേ ഉള്ള എന്നാൽ ഡയറക്ഷൻ കൊണ്ട് രാജ്കുമാർ ഗുപ്ത ഈ സിനിമ നല്ല നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിംപ്ലിസ്റ്റിക് സെറ്റിംഗ് വെച്ച് എന്നാൽ വലിയ പ്ലോട്ട് ട്വിസ്റ്റ് ഒന്നുമില്ലാതെ ഒരു നോർമൽ പശ്ചാത്തല രീതികളെ സിനിമയ്ക്ക് ഉള്ളൂ. പക്ഷേ സ്റ്റോറി ടെല്ലിംഗ് നല്ല രസമുണ്ട് എന്നൊരു കാരണത്താൽ ഈ സിനിമ കണ്ടിരുന്നു പോകും. എവിടെയൊക്കെയോ ഒരു എക്സൈറ്റ്മെൻറ്റ് ഈ സിനിമയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിനിമ ഗ്രേറ്റ് ഒന്നും അല്ലെങ്കിലും കാണാൻ ഡീസൻ്റ് ആണ്, ഒരു നഷ്ടവുമല്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിനിമയാണ് റെയ്ഡ്. എങ്ങനത്തെ സ്റ്റോറി ടെല്ലിങ് ചെയ്യാൻ നോക്കിയാലും ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കണം എന്ന് പറയുന്ന ടിപ്പിക്കൽ ബോളിവുഡ് ഫോർമുലയുണ്ട്. ഒരു 5 സോങ്സും അനാവശ്യ മസാലയും ബോളിവുഡിലെ സ്റ്റാർസിൻ്റെ ഇടയിൽ ഇതില്ലാണ്ട് സിനിമ ചെയ്യലൊക്കെ വളരെ കുറവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെയാണ് റെയ്ഡ് വ്യത്യസ്തമാവുന്നത്. പ്രൊട്ടാഗണിസ്റ്റിൻ്റെ റൊമാൻറ്റിക് ആർക്കിന് തുടക്കത്തിൽ ഒരു സ്പേസ് കൊടുത്തിട്ട് പിന്നീട് അങ്ങോട്ട് സബ്ജക്റ്റിലോട്ട് മാത്രം ഫോക്കസ് കൊടുത്തിട്ടാണ് ഈ സിനിമ പോകുന്നത്. മേൽപ്പറഞ്ഞ ഗിമ്മിക്കൊന്നും ഇടാതെ സിനിമയുടെ കോൺസെപ്റ്റിൽ മാത്രം ഉറച്ചു നിന്ന് പോകുമ്പോൾ അവിടെയാണ് റെയ്ഡ് അത്ര വാച്ചബിൾ ആയിട്ട് മാറുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംപ്ലിസ്റ്റിക് ആ ഒരു ത്രെഡ് മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ. സോ പറ്റുന്ന അത്രയും റൺ ടൈം ചുരുക്കുക എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഈ സിനിമയെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പ്രോട്ടാഗണിസ്റ്റിൻ്റെയും ആൻറ്റോണിസ്റ്റിൻ്റെയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കറക്റ്റ് ആ ഫ്ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ സിനിമയുടെ ഒരു പ്ലസ് ആണ്. അജയ് ദേവ്ഗൻ ബീങ് അജയ് ദേവ്ഗൻ, പക്ഷേ അത് കൊള്ളായിരുന്നു കേട്ടോ. സിനിമയ്ക്ക് വേണ്ട ഇൻപുട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കേസ് കൊണ്ട് നൈസാണ്. പക്ഷേ സൗരഭ് ശുക്ല രാമേശ്വർ സിംഗ് എ.കെ. തൗജി എന്ന റോളിൽ വന്നിട്ട് തകർത്തിട്ടുണ്ട്. രണ്ടുപേരുടെ പെർഫോമൻസ് ആണെങ്കിലും സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് നിർത്തുക എന്നൊരു ആംഗിളിലോട്ട് മാത്രമേ അത് കൊണ്ടുപോകുന്നുള്ളൂ. അതുകൊണ്ട് രണ്ടുപേരെയും സ്ക്രീനിൽ കാണാൻ കൊള്ളാമായിരുന്നു. റെയ്ഡിനെ കുറിച്ചിട്ട് ഇത്രയും സംസാരിച്ചത് ഈ ഒരൊറ്റ റീമേക്കിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. ഹരീഷ് ശങ്കറിൻ്റെ മിസ്റ്റർ ബച്ചൻ നീറ്റായി നിൽക്കുന്ന ഒരു കണ്ടൻറ്റും എടുത്ത് അതിൽ മസാലയും അടിച്ചു കയറ്റി ഒരു 4 സോങ്ങും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണിപ്പോൾ മിസ്റ്റർ ബച്ചൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആ കോർ പ്ലോട്ട് മാത്രം എടുത്ത് രവിതേജ സ്റ്റൈലിൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു റീമേക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അഡീഷണൽ ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്, ബട്ട് എനിക്കതൊന്നും ഈ ട്രെയിലറിൽ കണ്ടപ്പോൾ വർക്കായിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു ഡ്രാമ എടുത്ത് ആക്ഷൻ പെർസ്പെക്റ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം അല്ല. അതിപ്പോൾ പിങ്ക് വക്കീൽ സാബ് ആക്കിയ പോലെ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം ആ സിനിമയിലൊക്കെ പവൻ കല്യാൺ ആയതുകൊണ്ട് ഡ്രാമ ആക്കിയെടുത്താൽ ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ളതുകൊണ്ട് പ്രൊട്ടാഗണിസ്റ്റ് ഒരു മാസ് വക്കീലാണ്, പിന്നെ ഒരു ആക്ഷൻ പെർസ്പെക്റ്റീവായി അതൊക്കെ ആ സിനിമയിലുള്ളൂ. അത്രേ അതിൽ ചെയ്യേണ്ടതും ഉള്ളൂ. ഇവിടെ അതല്ല, അനാവശ്യമായിട്ട് തോന്നുന്ന പലതും ആ ട്രെയിലറിൻ്റെ അകത്ത് വിസിബിളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഡിസിഷൻ എടുക്കുന്നത് എനിക്ക് അറിയില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഒട്ടുമിക്ക രവിതേജ സിനിമകളിലും ഭയങ്കര യങ് ആയ ഹീറോയിൻസിനെ കാസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. 2 ലീഡ് ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് അല്ല പ്രശ്നം, അവരെ കാണുമ്പോൾ ഒരു പെയറായിട്ട് തോന്നണില്ല. കാരണം രവിതേജ സിനിമകളിൽ വരുന്ന ഹീറോയിൻസിനെ കാണുമ്പോൾ ടു യങ് ആയിട്ട് തോന്നും. ആൻഡ് രവിതേജ അതുപോലൊരു യങ് ലുക്കിംഗ് ആക്ടർ അല്ലല്ലോ. അതിൻ്റെ പ്രശ്നം തന്നെയാണ് ഉള്ളത്. ഭാഗ്യശ്രീയോ ശ്രീലീലയോ കാസ്റ്റ് ചെയ്യുമ്പോൾ രവിതേജയും കൂടെ യങ് ആയിക്കോളും എന്നാണ് കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ ഐഡിയ എങ്കിൽ അത് വെറും ദുരന്തമാണ്. ഹരീഷ് ശങ്കർ റെയ്ഡിനെ മിസ്റ്റർ ബച്ചനാക്കിയിട്ട് നശിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ബാക്കി സിനിമ വന്നിട്ട് അറിയാം. നിങ്ങൾക്ക് മിസ്റ്റർ ബച്ചനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നതെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.